യുഎയിൽ നിന്ന് തായ്ലൻഡിലേക്ക് ജോലിക്കായി പോയ 2 മലയാളികൾ അജ്ഞാത സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ടു എന്ന പരാതിയുമായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും. മലപ്പുറം മഞ്ചേരി സ്വദേശികളായ സഫീർ, ഷുഹൈബ് എന്നിവരാണ് ഇത്തരത്തിൽ അജ്ഞാത സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ടു എന്ന പരാതിയുമായി ബന്ധുക്കൾ ഇപ്പോൾ എംബസിയിലടക്കം പരാതിപ്പെട്ട് നടപടിക്കായി കാത്തിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവർ ഇവിടെ ജോബിനായിട്ട് വന്നതാണ്. മാർച്ച് ലാസ്റ്റായിട്ട് ഇവിടേക്ക് വിസിറ്റിങ്ങിൽ വന്ന് ഒരാൾ ഇവിടെ ജോബിന് ഓൾറെഡി ഉണ്ടായിരുന്ന ആളാണ്, റിസൈൻ ചെയ്തതാണ്. പിന്നെ ഒരാൾ ഖത്തറിലായിരുന്നു ജോബ് ചെയ്തിരുന്നത്. പിന്നെ അവർ വിസിറ്റിങ്ങിൽ ഇവിടെ വന്ന് ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോർമലി ഇവിടുത്തെ ഓൺലൈൻ സൈറ്റുകളിൽ എല്ലാ കാര്യങ്ങളിലും ഓൺലൈനിലാണ് അവർക്ക് ജോലി ഓഫർ വരുന്നത്. ഓൺലൈനിൽ വന്ന് ഇവർ അപ്ലൈ ചെയ്ത് അങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ കഴിഞ്ഞ് ഓൺലൈൻ ഇൻ്റർവ്യൂകൾ ഓൺലൈൻ തന്നെ അങ്ങനെ അവർക്ക് വിസ അല്ല, അവർക്ക് ടിക്കറ്റ് വന്ന് ഈ ഒരു മെയ് 21 ടിക്കറ്റ് വന്ന് അവർ മെയ് 22 അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അവിടെ എത്തിയ കാര്യങ്ങളെല്ലാം അവർ അറിയിച്ചിരുന്നു. പിന്നെ ഒരു ദിവസത്തോളം അവർ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. തായ്ലൻഡിൽ തന്നെയാണ് അവർ തായ്ലാൻഡ് എയർപോർട്ടിലാണ് അവർ ഇറങ്ങിയത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺ അറൈവൽ. അങ്ങനെ അവിടെ എത്തിയ കാര്യങ്ങളെല്ലാം അവർ ഫാമിലി അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം അവിടെ അറിയിച്ചിരുന്നു. ഫോട്ടോ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് എത്തിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഒരു ദിവസത്തെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ ഒരു ഏകദേശം ഒരു സമയത്ത് 23 അവർ വിളിച്ച് ഇങ്ങനെ ഒരു സീനാണ്ട് ഞങ്ങൾ സ്കാമിൽ പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇവർ തങ്ങൾ തല്ലുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, ഷോക്ക് അടിപ്പിക്കണം, അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, ലൊക്കേഷൻ അയച്ചു അവർ. അങ്ങനെ നമ്മൾ അറിയണത് ഇവിടെ. നമ്മൾ ഉടനെ തന്നെ എംബസി കാര്യങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് തായ്ലാൻഡ്. പിന്നെ അവർ ലൊക്കേഷൻ അയച്ചപ്പോൾ മ്യാൻമാർ ബോർഡർ ഭാഗത്താണ് പറഞ്ഞത്. അങ്ങനെ മ്യാൻമാറിലേക്ക് കൊണ്ടുപോയത് ബൈ റോഡ് വഴി ഇവർ കാറിൽ കൊണ്ടുപോയി. കുറച്ച് കൊണ്ടുപോയപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഏകദേശം ഒരു ട്രാപ്പാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ഓടാൻ ശ്രമിച്ചിരുന്നു ഇവർ. അങ്ങനെ വണ്ടിയിൽ കയറ്റി അവിടെ ഒരു ബോർഡർ എത്തിയപ്പോൾ ഒരു റിവർ കാര്യങ്ങളുണ്ട്, അത് ക്രോസ് മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു റിവർ ചെറിയ തോട് പോലെ എന്തോ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ കടന്നിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അവിടെ എത്തി പിന്നെ ഫുള്ള് ക്യാമ്പ് വലിയ എന്തോ ഒരു ക്യാമ്പാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇവർ തല്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സംഘത്തിൻ്റെ ജോലി? എന്ത് ജോലിയാണ് ഇവർ ഏൽപ്പിക്കുന്നത്? മെയിനായിട്ട് ഇവരുടെ ജോലി പറഞ്ഞാൽ സ്കാമാണ്. അതായത് വേറെ രാജ്യങ്ങളിൽ അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റ് സ്കാമുകൾ, ഇപ്പോൾ നടക്കുന്ന എല്ലാ സ്കാമുകളും അതിനുള്ള ട്രെയിനിങ് അടക്കം അവർക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക, അവരെ മാക്സിമം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അവരെ തല്ലുക, കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്? അവർ അന്നൊരു കോൺടാക്ട് ചെയ്തത് പറഞ്ഞാൽ അവിടെ കുറച്ച് സമയം അവരുടെ ഫോൺ ഉണ്ടായിരുന്നു, അതുവഴി അവരെ കോൺടാക്ട് ചെയ്തത്. പിന്നെ അവരെ അതൊരു വിവരം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർക്ക് ശനിയാഴ്ചകളിൽ ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ച അവർക്ക് കോൺടാക്ട് ചെയ്തിരുന്നു. അവിടെ കൂടുതലും മലയാളികളുണ്ടോ? കൂടുതലും മലയാളികളുണ്ട് അവിടെ തന്നെ. പിന്നെ ഇന്ത്യൻസ് കൂടുതലുണ്ട്. ഏകദേശം അവർ പറഞ്ഞത് ഒരു 3000-ഓളം പേര് അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ ക്യാമ്പിൽ ഇവരാരാണ് ഈ ക്യാമ്പ് നടത്തുന്നത്? അത്തരം എന്തെങ്കിലും വിവരങ്ങളോ? ചൈനീസാണ് പറഞ്ഞത്. ചൈനീസ് ആളുകളാണ് പറഞ്ഞത്. ഇത് നിലവിൽ എംബസിൻ്റെ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് എംബസിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്? എംബസിയിൽ നിന്ന് അവർ റിപ്ലൈ തന്നിട്ടുണ്ട്, എങ്ങനെ ആക്ഷൻ എടുക്കുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്കൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, അതിൽ MP-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, പിന്നെ ജില്ലാ പഞ്ചായത്ത്. നാട്ടിൽ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലീസ് മേധാവികൾ, ജില്ലാ പോലീസ്, അതേപോലെ തന്നെ DYSP, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ എംബസിയുമായി പരാതി കൊടുത്തു, വാർത്തകളൊക്കെ ഇപ്പം അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കൂടുതൽ ആളുകൾ നിങ്ങളെ ബന്ധപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ അവിടുന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതേ സെയിം സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ന്യൂസുകൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ. ഈ വിവരം പുറത്തറിഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ ഒരു സ്കാമിൽ മുന്നേ പെട്ട ആളുകളുണ്ട്, അവരൊക്കെ കോൺടാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്തരത്തിൽ ഓൺലൈനിൽ മറ്റും ജോലിക്കായി അന്വേഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സംഭവം. ദുബായിൽ നിന്ന് ഫാദിയ നസീറിനൊപ്പം അക്ഷയ് പേരാവ്, മീഡിയ.